വാഴ, പിന്നെ അതുപോലെ തന്നെയാണ് ഇൻവിസിബിളാണ്, പിന്നെ ആക്റ്റീവല്ല ശ്രീതു, അർജുൻ, കോമ്പ അങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞവർ ഒരു കിടുക്കാച്ച് സാധനമാണ് ഇവർ രണ്ടുപേരായിട്ട് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് എടുക്കാൻ നോക്കിയത്. അത് വർക്കായിട്ടുണ്ട്. ഈ ഡയമണ്ട് എന്ന് പറയുന്നത് നമുക്ക് എടുക്കാം, യാതൊരു തരത്തിലും ഒരു കുഴപ്പമില്ല. പക്ഷേ അത് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു വിജയമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർ കൊടുക്കും മുന്നേ അങ്ങനെ മോഷ്ടിക്കുക, അതിനൊന്നും യാതൊരു ഇതുമില്ല, അതിൽ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവർ എടുത്തപ്പോഴത്തേക്കും ആരാ അവിടെ നിൽക്കുന്നത്, ശ്വേത ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജിൻഡോ യാതൊരു കാരണവശാലും ഇത് മോഷണം പോകരുത്, നിൻ്റെ മേലിൽ ഇതിലൊരു കണ്ണുണ്ടായിരിക്കണം, നിനക്ക് ഇവിടെ നിന്ന് ഞാൻ പോകുമ്പോൾ ഒരു വലിയ സമ്മാനം തരും. അത് കേട്ട ജിൻഡോ എന്താ പറയുക, മുതലാളി പറഞ്ഞ ശരിയാണ്, ഞാൻ മുതലാളിയിൽ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ പോലെ ജിൻഡോ ഫുൾ ടൈം അതിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അർജുൻ ശ്രീതും കൂടെ പ്ലാൻ ചെയ്ത് അർജുൻ എടുക്കുന്നു, പറഞ്ഞ ജിൻഡോ അത് കാണുന്നു, ജിൻഡോ ഓടി വരുന്നു, അവിടെ വെക്കാൻ പറയുന്നു. ഇല്ലില്ല ഞാൻ എടുത്തില്ല. അപ്പോഴത്തേക്ക് പറഞ്ഞു അങ്ങനെയാണ്. അപ്പോഴത്തേക്ക് ഈ ശ്വേത ചേച്ചിയും പിന്നെ അതുപോലെ മറ്റേ അവരെല്ലാം കൂടെ ഇതുണ്ടല്ലോ, അവർക്കൊരു ഇതുണ്ടല്ലേ, പോയിൻ്റ് കൊടുക്കുന്ന ഗ്യാപ്പിലാണ് ഇവർ രണ്ടുപേരും കയറി എടുത്തത്. പക്ഷേ അത് ജിൻഡോ കണ്ട് ഉടനെ പിന്നെ ആൾക്കാർ കൂടിയപ്പോഴത്തേക്ക് അർജുൻ അതേപോലെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാ എടുത്തേ എടാ, ഗെയിം ചേഞ്ചർ ആവണമെങ്കിൽ അത് എടുത്തുകൊണ്ട് പോകണം. എൻ്റെ പൊന്നി, നല്ലൊരു ഗെയിം ചേഞ്ചറാണ് ശ്രമിച്ചത്, പക്ഷേ അത് വർക്കായില്ലേ. അത് എടുത്തിട്ട് ഞാൻ തരില്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും പെട്ടെന്ന് മാറ്റേണ്ട, അവൻ്റെ റൂമിൽ തന്നെ എടുത്ത് മാറ്റി എവിടെയെങ്കിലും കളയാനുള്ളതിന് ഇതൊരു ഗെയിം ചേഞ്ചർ ആയില്ല എന്നതാണ് യാഥാർത്ഥ സത്യം. അതായത് നമുക്ക് കാണാം. പക്ഷേ ആ ഡയമണ്ട് എടുത്തെങ്കിൽ എൻ്റെ മോനെ ഗെയിം വേറെ ലെവൽ മാറിയാണ്. അതായത് നമുക്കൊന്ന് ഇന്ന് എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റും.